അക്കൗണ്ടിങ് ഗ്രേഡ് 2-ൻ്റെ മൊഡ്യൂള് 9 ആണ് നോക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മുടെ സിലബസ് നോക്കുക. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഏതൊക്കെ പോർഷൻ ഉണ്ടെന്ന്. ഒന്നാമത്തെ പോർഷൻ മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആണ്. രണ്ടാമത് പഠിക്കേണ്ടത് കൺസ്യൂമർ ബിഹേവിയർ. മൂന്നാമത് പ്രോസസ്സ് കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സാണ്. അടുത്ത ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സാണ്, ഡിസിഷനാണ്. അടുത്ത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പ്രോഡക്റ്റിൻ്റെ മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് ഐറ്റം, പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ്. പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളെ കുറിച്ച് പഠിക്കാനുണ്ട്. സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുണ്ട്. പ്രൊമോഷൻ ആൻഡ് കൺസെപ്റ്റ്, പുഷ് ആൻഡ് പുൾ മിക്സ്, ടൈപ്സ് ഓഫ് പ്രൊമോഷൻ, അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മൊഡ്യൂൾ 9 വരുന്ന ടോപ്പിക്കുകളെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എടുത്തു, പ്രോസസ്സ് കൺസ്യൂമർ ബൈയിങ് എടുത്തു, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക്ക് CRM എടുക്കണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എടുക്കണം, അതുപോലെ പ്രോഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ മീനിങ്, കോൺസെപ്റ്റുകളെ കുറിച്ച് എടുക്കണം, പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിൻ്റെ സ്റ്റേജസ്, പിന്നെ പ്രൊമോഷൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ പുഷ് മിക്സും പുൾ മിക്സും, അതിൻ്റെ ടൈപ്പ് ഓഫ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ്. ഇത്രയാണ് നമ്മളിനി എടുക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത്.